അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സന്മനസ്സുകൾ കാണിക്കുന്ന, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാവിധ സുഖദുഃഖങ്ങളിൽ പങ്കു നമ്മുടെ ബ്ലോക്കിലേക്ക് ഈ ജില്ലയുടെ കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ കടന്നു വരുന്നു. ജില്ലാ എല്ലാവരും ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധികമായി സംസാരിക്കുന്നില്ല. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ വേറെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിര വരുമാനം ഉറപ്പുവരുന്നതിനുള്ള വിവിധങ്ങളായ പദ്ധതികളെല്ലാം തന്നെ നടപ്പാക്കി വരുന്ന ഒരു പ്രോജക്റ്റുകളാണ്. അപ്പോൾ ഗുണമേന്മ ഉറപ്പുവരുത്തി സംഘടിത ഉൽപ്പാദനത്തിലൂടെ കർഷകരുടെ വരുമാന വർധനവും ഉപജീവന സുരക്ഷയും കൈവരിക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ള ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകൾ മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ക്ലസ്റ്ററുകളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുകയും സംയോജന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത് വഴി കന്നുകാലി വികസന ക്യാമ്പുകൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ട് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ ആ സൗജന്യ യാത്രയുടെ ഭാഗമായി കിട്ടുന്ന ലാഭിക്കുന്ന പണം അത് അവരുടെ വീടുകളിൽ കൃത്യമായി വിനിയോഗിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ പൊതുവിൽ ലോണൊക്കെ എടുക്കുന്ന ആളുകൾ, ഇപ്പോൾ ഞാനൊക്കെ തന്നെ ആണെങ്കിലും കൂടി മുൻകാലങ്ങളിലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു പ്രസ്ഥാനം അതിൻ്റെ കലോത്സവം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ടാണ് കലോത്സവം ഉണ്ടാകുന്നത്. ആ നമ്മളെത്ര വലിയ മിടുക്കാണ്. അപ്പൊ സമൂഹത്തിൽ രാവിലെ പോലെ തന്നെ